നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കലയെക്കുറിച്ചാണ്, വിട്ടുകളയുക. ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. പലരും വിചാരിക്കുന്നത് വിട്ടുകളയുക എന്നാൽ ഒരാളെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ ഉപേക്ഷിക്കുകയോ മറക്കുകയോ ചെയ്യുക എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വിട്ടുകളയുക എന്നാൽ ആ വ്യക്തിയെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ ഉള്ള ചിന്തകളെ മുറുകെ പിടിക്കുന്നത് നിർത്തുക എന്നതാണ്. നമ്മുടെ ഉള്ളിലെ ദുഃഖത്തിനും ടെൻഷനും യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിപ്പോഴത്തെ സാഹചര്യങ്ങളല്ല, മറിച്ച് മാറ്റാൻ കഴിയാത്ത പഴയ ചിന്തകളെ നമ്മൾ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ്. നടന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പഴയ വേദന ഈ നിമിഷം വീണ്ടും അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതായത്, ഒരു തവണ നടന്ന മോശം കാര്യം നമ്മൾ ചിന്തകളിലൂടെ 1000 തവണ അനുഭവിച്ച് സ്വയം വേദനിപ്പിക്കുന്നു. നമ്മൾ ഒരു പഴയ വാർത്താപത്രം ദിവസവും ഇരുന്ന് വായിക്കാറുണ്ടോ? ഇല്ല, കാരണം അതിൽ പുതിയ ഒന്നുമില്ല. അതുപോലെയാണ് നമ്മുടെ പഴയ ഓർമ്മകളും. അത് എത്ര തവണ വായിച്ചാലും അതിൽ മാറ്റം വരാൻ പോകുന്നില്ല. പഴയ പത്രം കളഞ്ഞാലല്ലേ പുതിയ വാർത്തകൾ അറിയാൻ കഴിയൂ? അതുപോലെ പഴയ ചിന്തകൾ വിട്ടുകളഞ്ഞാലേ പുതിയ ജീവിതം തുടങ്ങാൻ കഴിയൂ. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ചിന്തകളെ ഒരു സാക്ഷിയായി കാണാനാണ്. നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ ചിന്തകളും നമ്മളല്ല. ഒരു മൈതാനത്ത് കളി നടക്കുന്നത് ദൂരെയൊരിടത്തിരുന്ന് കാണുന്ന ഒരാളെപ്പോലെ ചിന്തകൾ വരുന്നത് നോക്കി നിൽക്കുക. അവയിൽ കയറി യാത്ര ചെയ്യാതിരിക്കുക. അടുത്ത തവണ ഒരു മോശം ചിന്ത വരുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, ഇതൊരു മേഘം മാത്രമാണ്, ഞാൻ ഈ മേഘത്തിന് മുകളിൽ നിൽക്കുന്ന നീലാകാശമാണ്. നമ്മുടെ സമാധാനം കളയുന്ന മറ്റൊരു പ്രധാന കാരണം മറ്റുള്ളവരെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകളാണ്. അവരെന്നെ ചതിക്കും, അവർക്കെന്നോട് സ്നേഹമില്ല എന്നിങ്ങനെയുള്ള മുൻധാരണകൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും അസ്വസ്ഥമാക്കുന്നു. മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് മാറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷേ അവരെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറ്റാൻ നമുക്ക് കഴിയും. നമ്മൾ മറ്റുള്ളവർക്ക് നെഗറ്റീവ് എനർജി കൊടുക്കുമ്പോൾ അത് തിരികെ വരുന്നത് നമ്മുടെ തന്നെ സമാധാനം തകർക്കാനാണ്. പകരം അവർ എനിക്ക് അനുകൂലമാകുമെന്നും എന്നോട് സ്നേഹത്തിൽ പെരുമാറുമെന്നും ചിന്തിച്ചു തുടങ്ങൂ. നമ്മുടെ ഉള്ളിലെ ഈ മാറ്റം പുറത്തുള്ള ലോകത്തെയും മാറ്റാൻ തുടങ്ങും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പൈലറ്റിൽ വിശ്വസിച്ചുകൊണ്ട് ശാന്തമായിരിക്കുന്നത് പോലെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ നോക്കാതെ പ്രപഞ്ചത്തിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത് സമാധാനമായിരിക്കുക. പഴയ സങ്കടങ്ങൾ മുറുകെ പിടിക്കുന്നത് കയ്യിൽ 2 വലിയ ഭാരമുള്ള ബാഗുകൾ തൂക്കിപ്പിടിച്ചു നിൽക്കുന്നത് പോലെയാണ്. ആ ഭാരം താഴെ വെക്കാതെ പ്രപഞ്ചം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന പുതിയ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. വിട്ടുകളയാൻ കഴിയാത്തത് ശക്തിയല്ല, മറിച്ച് അത് വെറുമൊരു ഭാരമാണ്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ പിടിക്കുകയാണെന്ന് കരുതുക. 1 മിനിറ്റ് പിടിച്ചാൽ കുഴപ്പമില്ല, എന്നാൽ 1 മണിക്കൂർ പിടിച്ചാൽ കൈവേദനിക്കും. ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ഭാരമല്ല പ്രശ്നം, നമ്മൾ എത്ര നേരം അത് പിടിച്ചിരിക്കുന്നു എന്നതാണ്. ചിന്തകളും അതുപോലെയാണ്. എത്രയും പെട്ടെന്ന് ആകുലതകൾ താഴെ വെക്കുന്നുവോ അത്രയും സുഖം. വിട്ടുകളയാൻ പേടിക്കരുത്. നമ്മുടെ പിടിയുടെ അപ്പുറത്തുള്ള കാര്യങ്ങളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് തന്നെ ആ പഴയ ഭാരങ്ങൾ താഴെ വയ്ക്കാം. നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രനാണ്. ശാന്തമായി ശ്വസിക്കൂ. സ്നേഹത്തോടെ, നിങ്ങളുടെ മൈൻഡ്സെറ്റ് മെന്റർ.